അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവൻ നമ്മുടെ കണക്ക് നോക്കുന്നതാണ്. നിന്റെ നന്മയെക്കുറിച്ച് നീ ചോദിക്കപ്പെടുന്നതാണ്. നിന്റെ തിന്മകൾ നിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുന്നതാണ്. അവിടെ ഹൗലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുമെന്ന് പ്രസ്താവിച്ച ആ ഹൗലുൽ കൗസറുണ്ട്. അതിൽ നിന്ന് നീ ആട്ടിയകലപ്പെടും. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള അവസരം നിനക്ക് നിഷേധിക്കപ്പെടും. നിന്റെ ഹിസാബ് മീസാനിൽ നിന്റെ നന്മ അത് തൂക്കപ്പെടുന്ന സമയത്ത് ഈ ദുനിയാവിൽ നീ തിന്മകളാൽ നിന്റെ ജീവിതത്തെ നയിച്ചവനാണെങ്കിൽ നിന്റെ തട്ട് താണു തന്നെ ഇരിക്കും. തിന്മകളാൽ നിറഞ്ഞ തട്ട് താണിരിക്കുകയും നീ നരകത്തിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം സിറാത്താണ്. ആ സിറാത്തിൽ നിന്ന് അതിൽ കൂടെ കടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതല്ല, നീ വീണു പോകുന്നതാണ്. ഇന്നതിനെ നിഷേധിച്ച് തള്ളുകയും അന്ത്യനാളിൽ വിശ്വസിക്കാതിരിക്കുകയും ഏതൊരുവനാകട്ടെ അവരെല്ലാവരും ആ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് അവർ പതിച്ചു വീഴുന്നതാണ്. ചിന്തിക്കേണ്ടതില്ലേ? നിനക്ക് ലഭിച്ച ഈ അവസരം, റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ ഈ അവസരത്തെ നീ ഉപയോഗിക്കേണ്ടതില്ലേ? അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നിശ്ചയം നിന്റെ ഈ പ്രായം, നീ ജീവിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നിന്നെ പുനർസൃഷ്ടിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണെങ്കിൽ എന്തൊരു കാര്യമാണ് നിന്നെ പിടിച്ചു വെക്കുന്നത്, നന്മയിൽ നിന്ന് നിന്നെ തടഞ്ഞു വെക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് എന്തൊരു കാര്യമാണ് നിന്നെ തടഞ്ഞു വെക്കുന്നത്? എന്തൊരു കാര്യം കൊണ്ടാണ് ഈ അമാന്തം സംഭവിക്കുന്നത്? ചിന്തിക്കേണ്ടതില്ലേ സഹോദരങ്ങളെ? يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة.